US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാർ മാർച്ച് പകുതിയോടെ നടപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. 4-5 ദിവസത്തിനുള്ളിൽ സംയുക്ത പ്രസ്താവന ഉണ്ടാകുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. സംയുക്ത പ്രസ്താവനയ്ക്ക് ശേഷം തീരുവ കുറയ്ക്കുന്നതിനുള്ള ഉത്തരവ് അമേരിക്ക പുറപ്പെടുവിക്കുമെന്നും കേന്ദ്രമന്ത്രി. 4-5 दिन में हम एक जॉइंट स्टेटमेंट यूनाइटेड स्टेट्स ऑफ अमेरिका और भारत के बीच में फाइनलाइज करके साइन कर देंगे और उस जॉइंट स्टेटमेंट के आधार पर शुरुआत हो जाएगी हमारे दोनों के बीच में इस समझौते की पहली कड़ी. साथ ही साथ एक फॉर्मल एग्रीमेंट ड्राफ्ट हो रहा है जिसको शायद महीना भर 1.5 महीना लग सकता है. എന്നാൽ അതേസമയം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയോ എന്ന ചോദ്യത്തിന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമായ മറുപടി നൽകിയിട്ടുമില്ല. വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പരിഗണനയിലാണെന്നും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്നുമായിരുന്നു വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാളിന്റെ പ്രതികരണം. Insofar as India's energy security or energy sourcing is concerned, the government has stated publicly on several occasions, including me here, that ensuring the energy security of 1.4 billion Indians is the supreme priority of the government. Diversifying our energy sourcing in keeping with objective market conditions and evolving international dynamics is at the core of our strategy to ensure this. All of India's decisions are taken and will be taken with this in mind. വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. വിനീത, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ നൽകിയിട്ടില്ല. ട്രംപ് പറഞ്ഞത് അങ്ങനെ ഒരു വാഗ്ദാനം ഇന്ത്യ നൽകിയിട്ടുണ്ട് എന്നാണ്. ഇനി റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ല എന്നുള്ളൊരു വാഗ്ദാനം നൽകിയെന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ഒരു വ്യക്തത നൽകാൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഒരുങ്ങാത്തത്? ഭവ്യ, ഇക്കാര്യത്തിൽ റഷ്യ തന്നെ നേരത്തെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഇന്ത്യൻ എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച് ഇന്ത്യയിൽ നിന്ന് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ചർച്ചകളോ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഇന്ത്യക്ക് ഏത് രാജ്യത്തിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഇന്ന് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് അറിയിച്ചത് ട്രംപാണ്. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ വാർത്താ സമ്മേളനത്തിലും ഒരു സ്ഥിരീകരണം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇന്ന് വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കുന്നത്. അതേസമയം വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യം പരിഗണനയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയാണ്. നേരത്തെ തന്നെ വെനസ്വേലയിൽ നിന്ന് എണ്ണ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അത് നിർത്തിവെക്കുകയായിരുന്നു. നിരോധനത്തെ തുടർന്ന് പിന്നീട് അത് നിർത്തിവെക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമോ എന്ന കാര്യത്തിൽ പക്ഷേ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. വെനസ്വേല ഇന്ത്യയുടെ ദീർഘകാലമായിട്ടുള്ള വ്യാപാര പങ്കാളിയാണെന്നാണ് ഇന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. മുൻപും വെനസ്വേലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നുവെന്നും എന്നാൽ പിന്നീട് അത് നിർത്തിയിരുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തിലാണ് വെനസ്വേലയിൽ നിന്നുള്ള ഇറക്കുമതി പിന്നീട് പുനരാരംഭിച്ചതായും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഉപരോധങ്ങളെ തുടർന്നാണ് പിന്നീട് അത് നിർത്തലാക്കപ്പെട്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതേസമയം ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യത്തിൽ എന്താണ് തീരുമാനം, അല്ലെങ്കിൽ അത് നിർത്തലാക്കുമോ എന്നുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒക്കെ നേരത്തെ വാണിജ്യമന്ത്രി പറഞ്ഞു വെച്ച കാര്യങ്ങൾ തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയവും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ അത് മാർച്ച് പകുതിയോടെ നടപ്പാക്കുമെന്നാണ് കേന്ദ്ര വാണിജ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. 4-5 ദിവസത്തിനുള്ളിൽ ഈ കാര്യത്തിൽ ഒരു സംയുക്ത പ്രസ്താവന ഉണ്ടാകും. സംയുക്ത പ്രസ്താവന വന്നാൽ ഉടൻ തന്നെ നേരത്തെ 25% ഉയർത്തിയിരുന്ന ആ പകരത്തീരുവ അത് 18% കുറച്ചുകൊണ്ട് US അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിർദ്ദേശം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഉത്തരവ് പുറത്തുവിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.